കേരള സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിസിക്ക് നിർദ്ദേശം നൽകി. സാരംഗ് ചേരുന്നു. സാരംഗ്, എന്തൊക്കെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? ഇന്ന് നിലവിൽ അതായത് അടിയന്തര യോഗത്തിന് ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി നടത്തിയ അടിയന്തര യോഗത്തിന് ശേഷം ഇപ്പോൾ മന്ത്രി മാധ്യമങ്ങളെ കണ്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് സർവകലാശാലയിൽ ഏറെ നാളായി നിൽക്കുന്ന തർക്കവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ ഉടനെ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഈ കാര്യം തന്നെയായിരുന്നു ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നത്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച അല്പം സമയം മുൻപാണ് കഴിഞ്ഞത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ആവശ്യം അത് തന്നെയായിരുന്നു. അതായത് ഉടനെ ഇത്തരത്തിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. സർവകലാശാല നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ആ യോഗത്തിൽ ചർച്ചയാക്കണം. എല്ലാത്തിനും ഇത്തരത്തിൽ ഈ യോഗത്തിൽ പരിഹാരം ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ് മന്ത്രി. ഉടനെ തന്നെ ഇത്തരത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗം ചേരും. അതിനുശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന കാര്യം, ഇതിനു മുന്നേ അതായത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി യോഗം ചേരുന്നതിന് മുന്നേ മന്ത്രി വി.സി. മോഹൻ കുന്നുമലുമായി, കേരള സർവകലാശാല വി.സി. മോഹൻ കുന്നുമലുമായി കണ്ടുമുട്ടിയിരുന്നു. മന്ത്രിയുടെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം ഉണ്ടായിരുന്നത്. അതിനുശേഷവും ഇത്തരത്തിൽ ഒരു സമവായ ചർച്ചകൾക്ക് ഇത്തരത്തിൽ അതായത് ഇദ്ദേഹം തയ്യാറാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഡോക്ടർ മോഹൻ കുന്നുമൽ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് സർവകലാശാലയിൽ എത്തി. ഏതാണ്ട് 1500ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ, കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടു. അതുപോലെ തന്നെ മറ്റ് ഫയലുകളും, കെട്ടിക്കിടന്നിരുന്ന മറ്റു ഫയലുകളും എല്ലാം തീർപ്പാക്കി. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സർക്കാർ എന്തായാലും അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഇനിയും യോഗങ്ങൾ നടത്തേക്കാം. അതായത് സിൻഡിക്കേറ്റ് യോഗത്തിന് മുന്നേ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള അനുനയന ചർച്ചകൾ നടന്നേക്കാം. എന്തിനേലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി.സി. ഇത്തരത്തിൽ സർക്കാരുമായി സഹകരിക്കാമെന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് പ്രശ്നവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ ഉടനെ തന്നെ സർവകലാശാലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുൻകാലങ്ങളെ പോലെ തന്നെ സർവകലാശാല പ്രവർത്തനങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ വി.സി. മന്ത്രിയെ കണ്ടപ്പോഴും അറിയിച്ചത്. തുടർന്ന് ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. കാരണം വിഷയവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുന്നേ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഇടത് വലത് ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങളെയൊക്കെ ഉൾപ്പെടെ നിർത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അനുനയന ചർച്ചകൾ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് യോഗം ചേരുക. അത് ഉടനെ തന്നെ ചേരും. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സിൻഡിക്കേറ്റ് യോഗത്തോടു കൂടി ഒരു പരിഹാരം ഉണ്ടായിരിക്കുമെന്നാണ് മന്ത്രി ആർ ബിന്ദു ഉറപ്പ് നൽകിയിരിക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ വി.സിക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു.